നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് തന്നെ പറയാനുള്ള വാർത്ത എന്ന് പറയുന്നത് മലയാള മനോരമയ്ക്കകത്ത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന ഒരു വാർത്തയെ കുറിച്ചിട്ടാണ്. ഇതിനകത്ത് പറയുന്നത് പോലീസ് തസ്തികകൾ കൂട്ടണമെന്ന് ശുപാർശ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ തന്നെ ആ വാർത്ത ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിനകത്തും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കുക. അതിന് വേണ്ടിയിട്ട് ടെലഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ഒരു അറ്റ് ഇട്ട ശേഷം KFPSC എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ അറ്റ് വേണ്ട, വെറുതെ KFPSC എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും, നമ്മുടെ ടെലഗ്രാം ചാനലിൽ കാണാനായിട്ട് കഴിയും. നോളജ് ഫാക്ടറി PSCയുടെ ഷോർട്ട് ഫോം ആണ് KFPSC. അപ്പൊ അതിനകത്ത് തന്നെ പറയുന്ന മറ്റൊന്നുമല്ല, പോലീസ് തസ്തികകൾ കൂട്ടണമെന്ന് ശുപാർശ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് ജോലിഭാരം കണക്കിലെടുത്ത് സംസ്ഥാനത്തില് പോലീസിൽ 15,075 തസ്തികകൾ കൂടി അനുവദിക്കണമെന്ന ശുപാർശ പോയിട്ടുണ്ട്. സിവിൽ പോലീസ് ഓഫീസറിലേക്ക് 6,476, സീനിയർ സിവിൽ പോലീസ് ഓഫീസറിലേക്ക് 6,195, അതുപോലെ തന്നെ ASI 1,819, SI 580, സ്റ്റേഷൻ ഓഫീസർ 5 എന്നിങ്ങനെ പുതിയ തസ്തികകൾ സൃഷ്ടിക്കാനാണ് നിർദ്ദേശം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ എന്ത് തന്നെയായാലും നമ്മുടെ കേരള പോലീസ് സേനയിലേക്ക് നമുക്കിനി ആളെ ആവശ്യമുണ്ട്. അപ്പൊ എന്തായാലും ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് എന്തായാലും ഈ പറയുന്ന അല്ലെങ്കിൽ ഈ കൊടുത്തിട്ടുള്ള ശുപാർശകൾ അനുസരിച്ചിട്ടുള്ള തസ്തികകളിലേക്ക് ആൾക്കാരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പേർക്ക് ആശ്വാസം തന്നെയായിരിക്കും അല്ലെ. അപ്പൊ എന്തായാലും ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്, അത് തന്നെയാണ് ആദ്യമേ പറയാനുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് രണ്ടാമത്തെ വാർത്തയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ ഈ പറയുന്ന ഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും തരുന്നതിന് വേണ്ടിയിട്ട് ഫോഴ്സ് 2025 എന്ന് പറയുന്ന ഒരു പുതിയൊരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന കോഴ്സിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ഈ പറയുന്ന പോലീസിൻ്റെത്, എക്സൈസിൻ്റെത്, അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഫയർമാൻ, ഫയർവുമന്റെ ഒക്കെ കമ്പൈൻഡ് കോഴ്സാണ് നിങ്ങൾക്ക് തരുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫോഴ്സ് 2025 എന്ന് പറയുന്ന ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ ഈ പറയുന്ന എല്ലാ തസ്തികകളുടെ ക്ലാസ്സും നിങ്ങൾക്ക് ഒരുമിച്ചാണ് കിട്ടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണത്. മാക്സിമം നിങ്ങൾ ഈ പറയുന്ന എല്ലാ പരീക്ഷകളിലും എഴുതാൻ താല്പര്യമുള്ളവരും +2 ലെവൽ ഇനി 2025 +2 ലെവൽ എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സുവർണാവസരം തന്നെയാണ്. അപ്പൊ ഈ പറയുന്ന കോഴ്സിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് 999 രൂപയാണ്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. 996111699272. അപ്പൊ ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക. ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് വാട്സ്ആപ്പ് ചെയ്യുക. അപ്പൊ ഇത് കോൾ എനേബിൾഡ് നമ്പർ അല്ല, ഇത് വാട്സ്ആപ്പ് നമ്പറാണ്. അപ്പൊ ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് വാട്സ്ആപ്പ് അല്ലെങ്കിൽ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും. അഥവാ നിങ്ങൾക്ക് ഈ പറയുന്ന 4നും ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല, ഇപ്പൊ ഏതെങ്കിലും ഒന്ന് മാത്രം മതി, ഇപ്പൊ നിങ്ങൾക്ക് പോലീസിന്റെ CPO WCPO മാത്രം മതി എങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. എക്സൈസിന്റെ മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിൻ്റെതുണ്ട്. ഫയർമാൻ, ഫയർവുമന്റെ മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ പറയുന്ന ഫോഴ്സ് 2025 എന്ന് പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വാർത്തയിലേക്ക് തന്നെ കിടക്കാം. അടുത്ത വാർത്ത ശ്രദ്ധിക്കുക. 2 മാസത്തിനിടെ 24 പരീക്ഷകൾ. PSCയിലെ ചോദ്യകർത്താക്കളുടെ അശ്രദ്ധയ്ക്കെതിരെ വ്യാപക പരാതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് പറയുന്ന മറ്റൊന്നുമല്ല, പരീക്ഷകളിൽ നടക്കുന്ന ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുന്ന അപാകതയെ കുറിച്ചിട്ടാണ്. എന്ന് പറയുമ്പോഴത്തേക്കും തിരുത്തലും അതുപോലെ തന്നെ എന്താണ്, ചോദ്യ ബാങ്ക് കാലിയാണെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്, ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് കാലിയാണെന്ന് പറയുന്നുണ്ട്. തിരുത്തൽ വ്യാപകമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അറിഞ്ഞാണ്, സബ് ഇൻസ്പെക്ടർ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഒക്കെ phase 3 കാര്യങ്ങൾ 16 ക്വസ്റ്റ്യൻ പേപ്പർ 16 ക്വസ്റ്റ്യൻസ് ആണ് അടുപ്പിച്ച് ഡിലീറ്റ് ആയി പോയത്. എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ആദ്യം 9 ചോദ്യങ്ങൾ ഡിലീറ്റ് ആയി പോയി. അപ്പൊ ഈ പറയുന്ന ബാക്കിയുള്ള 9 ചോദ്യങ്ങൾ വച്ചുകൊണ്ടിരുന്നവന്റെ ഏകദേശം 3/4 മണിക്കൂറാണ് അവിടെ പോകുന്നത്. കാര്യം എന്താണ്, ആദ്യത്തെ ചോദ്യങ്ങൾ മിക്കതും സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് മിക്കതും ക്യാൻസൽ ആയി പോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ഒരു അത്രയും ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചവരുടെ അത്രയും സമയം അവിടെ പോവുകയാണ്. എന്ന് പറയുമ്പോൾ 9 ബാക്കിയുള്ള ചോദ്യങ്ങൾ, ശരിയായ ചോദ്യങ്ങൾ ചെയ്യാനുള്ള അവന്റെ സമയമാണ് അവിടെ നഷ്ടപ്പെടുന്നത് അല്ലെ. അപ്പോ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജാഗ്രത പാലിക്കുമെന്ന് PSC, തെറ്റിയ ചോദ്യം എത്രയെന്ന് കണക്കില്ല എന്ന് കൂടി പറയുന്നുണ്ട് അല്ലെ. നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസറിനെ ഷോർട്ട് ലിസ്റ്റിലേക്ക് 418 പേരാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 109 ചോദ്യം ഒഴിവാക്കി 32 ചോദ്യങ്ങൾ തിരുത്തി. ശ്രദ്ധിക്കണ്ടേ PSC, അംബാനെ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ
എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതിനകത്ത് ഓരോ തസ്തികയിലും ഒഴിവാക്കിയ ചോദ്യങ്ങളുടെ കാര്യമൊക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് അസിസ്റ്റന്റ് ഫാർമസിയുടെ ചോദ്യത്തിനകത്ത് നിന്ന് 11 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. കണ്ടല്ലോ. അങ്ങനെ ആകെ മൊത്തത്തിൽ എല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ 6-ാം മാസവും 5-ാം മാസത്തിനകത്ത് തന്നെ ഒഴിവാക്കിയെന്ന് പറയുന്നത് ഏകദേശം 109 ചോദ്യങ്ങളാണ്. കണ്ടില്ലേ? തിരുത്തിയ ചോദ്യങ്ങളെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കും 32 ചോദ്യങ്ങൾ തിരുത്തിയിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിക്കണം. കാര്യം ഉദ്യോഗാർത്ഥികളുടെ ജീവിതം വച്ചിട്ടുള്ള കളിയാണത്. അപ്പൊ അതിന് കുറച്ചും കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തേ മതിയാവും. 8 ജില്ലകളിലേക്കുള്ള അല്ലെങ്കിൽ ലബോറട്ടറി ടെക്നീഷ്യനിലേക്കുള്ള 8 ജില്ലയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ അപേക്ഷ കേരള PSCയിൽ പോയിട്ടുണ്ട്. കനത്ത മഴയിൽ പരീക്ഷ മുടങ്ങിയിട്ടുണ്ട്. ഒരു അവസരം കൂടി തരണമെന്ന് പറയുന്നുണ്ട്. കാര്യം നമ്മുടെ LDCയിലേക്ക് ഫസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസിലെ എക്സാമിനേഷനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കാര്യം ഈ പറയും പോലെ തിരുവനന്തപുരത്ത് ജില്ലയിൽ വച്ചവന് കിട്ടിയത് എവിടെയാണ്? ആലപ്പുഴയിലും അതുപോലെ തന്നെ കോട്ടയത്തും പത്തനംതിട്ടയിലൊക്കെയാണ് കിട്ടിയത്. എന്നിട്ട് ഈ പെരുമഴയത്ത് പലർക്കും എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാര്യം ഈ എക്സാമിനേഷൻ സമയത്തൊന്നും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. ബസ് റൂട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ചിലതൊക്കെ വല്ല കുറ്റിക്കാടിനകത്തുമായിരിക്കും ഈ പറയുന്ന സെന്റർ വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ അല്ലെങ്കിൽ തലേ ദിവസം തന്നെ അവിടെ ചെന്ന് തമ്പടിച്ചിരിക്കേണ്ട അവസ്ഥ വരെയാണ് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിൽ. എന്നിട്ടും അത് മാറ്റിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്ന അല്ലെങ്കിൽ പൊതുവെ കേരളത്തിലെ യുവജനങ്ങളോട് കാണിക്കുന്ന ഒരു ചതിയായിട്ട് എനിക്ക് പറയാനായിട്ട് കഴിയത്തുള്ളൂ. എക്സാം എഴുതാൻ പറ്റാത്തവർക്ക് ഫസ്റ്റ് ഫേസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന LDC തിരുവനന്തപുരം ജില്ലയിൽ എക്സാമിനേഷൻ എഴുതാൻ പറ്റാത്തവർക്കും അതുപോലെ തന്നെ ഈ കലാമിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കിടയിലും പരീക്ഷ എഴുതാൻ പറ്റാത്തവർക്ക് ഒരു അവസരം കൊടുക്കണമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ പോലും തെറ്റിച്ച ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നുണ്ട്. അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാര്യം വേറൊന്നുമല്ല, നമ്മളിപ്പോ എക്സാമിനേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് കഴിയത്തില്ല. ഞാൻ പലവണ്ണം പറഞ്ഞ കാര്യമാണ്. എന്നാലും അത് വീണ്ടും ശ്രദ്ധിക്കാം, വീണ്ടും തെറ്റിക്കാണ്. കാര്യം ഒരുപാട് പേര് രജിസ്റ്റർ നമ്പർ പോലും മര്യാദയ്ക്ക് എഴുതുന്നില്ല എന്നുള്ള കാര്യമാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എക്സാമിനേഷൻ അപ്ലൈ ചെയ്ത് വീണ്ടും കൺഫർമേഷനും കൊടുത്ത് പഠിച്ച് ഹാളിൽ ചെന്ന് ഇരിക്കുമ്പോഴത്തേക്കും ആദ്യം അത്യാവശ്യം ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് രജിസ്റ്റർ നമ്പറിൽ മര്യാദയ്ക്ക് എഴുതുക എന്ന് പറയുന്നത്. അതുപോലും നേരെ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെയാണ്. കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട് 58 ഉത്തരക്കടലാസുകളാണ് അസാധുവായി പോയിട്ടുള്ളത്. കൂടുതൽ അസാധു തദ്ദേശ സെക്രട്ടറി തസ്തികയിലാണെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പൊ ഇമാതിരി അവസ്ഥകളൊന്നും വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ബിവറേജസിലേക്കുള്ള അസിസ്റ്റന്റിന്റെ 19 നിയമനം കൂടി ഉടനെ വരുന്നുണ്ട്. LDC കൊല്ലം കണ്ണൂർ ജില്ലയിലേക്ക് 650 പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്നുണ്ട്. ഓഗസ്റ്റ് 17-നാണ് പരീക്ഷ വരുന്നത്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGSലേക്ക് 123 നിയമനം കൂടി വരുന്നുണ്ട്. സ്റ്റാഫ് നഴ്സിലേക്ക് 65 നിയമനങ്ങൾ കൂടി നിലവിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ, പോലീസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള 14 തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് ആവുന്നുണ്ട്. ജല അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള 4 തസ്തികയിലേക്കുള്ള സാധ്യതാ ലിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ PSC അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് LDC പത്തനംതിട്ട, LDC മലപ്പുറം, LGS തിരുവനന്തപുരത്തിന്റെ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ PSC ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ, ഇന്റർവ്യൂകൾ, കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളും അപ്ഡേറ്റുകളും. അപ്പൊ എന്തായാലും ഞാൻ പറയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫോഴ്സ് 2025 എന്ന് പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഇപ്പോഴേ പഠിച്ചാൽ നമുക്ക് ഈ പറയുന്ന ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ തീർക്കാം. ഈ പറയുന്ന കോഴ്സിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്കാണ് വരുന്നത് കേട്ടോ. സ്പെഷ്യൽ ടോപ്പിക്കാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 4ന്റെയും സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ഒറ്റ ബാച്ചിനകത്ത് നിന്ന് കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്താൽ ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ എന്തായാലും മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാൻ. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.